ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഫെബ്രുവരി 18 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 2024 ഡിസംബറിൽ ഗവേഷകർ കണ്ടെത്തിയ വാലുള്ള ഗ്രഹം ഏതാണ്? 2024 ഡിസംബറിൽ ഗവേഷകർ കണ്ടെത്തിയ വാലുള്ള ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചുള്ളത് വാസ്പ് 69b ആണ്. വാസ്പ് 69b. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ അന്തരിച്ച സക്കീർ ഹുസൈൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 ഡിസംബറിൽ അന്തരിച്ച സക്കീർ ഹുസൈൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എയർപോർട്ടുകളിൽ മിതമായ വിലയ്ക്ക് ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കാൻ വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉഡാൻ യാത്രി കഫേ എന്നാണ്. ഉഡാൻ യാത്രി കഫേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിച്ച നേപ്പാളിലെ കരസേനാ മേധാവി ആരാണ്? ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിച്ച നേപ്പാളിലെ കരസേനാ മേധാവി ജനറൽ അശോക് രാജ് സിംഗ്ഡൽ ആണ്. ജനറൽ അശോക് രാജ് സിംഗ്ഡൽ ആണ് ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിച്ച നേപ്പാളിലെ കരസേനാ മേധാവി ജനറൽ അശോക് രാജ് സിംഗ്ഡൽ. അടുത്ത ചോദ്യം, മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരം ആരാണ്? മലേഷ്യയിൽ നടക്കുന്ന അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരമാണ് വിജയ് ജോഷിത. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ സമൻ 1 സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? 2024 ഡിസംബറിൽ സമൻ 1 സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. 2024 ഡിസംബറിൽ സമൻ 1 സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. അടുത്ത ചോദ്യം, 2024 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? 2024 ഏഷ്യൻ വനിതാ ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. 2024 ഏഷ്യൻ വനിതാ ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? 2024 ഡിസംബറിൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കയുടെ പ്രസിഡന്റാണ് അനുരകുമാര ദിസനായകെ. അനുരകുമാര ദിസനായകയാണ് 2024 ഡിസംബറിൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ശ്രീലങ്കയുടെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ ഹരിയാനയിൽ നിന്ന് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 ഡിസംബറിൽ ഹരിയാനയിൽ നിന്ന് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് രേഖാ ശർമ്മയാണ്. രേഖാ ശർമ്മ. താങ്ക് യു.